നെറ്റ്ഫ്ലിക്സിൽ ഈ അടുത്തിടെ ഫയർ ബ്രേക്ക് എന്നൊരു സ്പാനിഷ് ത്രില്ലർ സിനിമ റിലീസ് ആയിട്ടുണ്ട്. ഒരു സൈക്കോളജിക്കൽ പ്ലസ് സർവൈവൽ ത്രില്ലർ പടമാണ്. ക്വാട്ട് ഓഫ് ഫ്യൂഗോ എന്നാണ് ഇതിന്റെ ഒറിജിനൽ പേര്. പ്രൊനൗൺസിയേഷൻ ശരിയാണോന്ന് അറിയില്ല. ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഡേവിഡ് വിക്ടറി ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സിനിമയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കാടിനോട് ചേർന്നുള്ള ഒരു ചെറിയ സ്ഥലം, അവിടെ പെട്ടെന്ന് കാട്ടുതീ പടർന്നു പിടിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു കുടുംബത്തിൽ ഒരു മിസ്റ്ററി സംഭവിക്കുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഫയർ ബ്രേക്ക് എന്ന സിനിമ പറയുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ത്രില്ലർ സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് ശരിക്കും ഒരു സർവൈവൽ ത്രില്ലർ ആണ്. അതിനോടൊപ്പം തന്നെ ഒരു മിസ്റ്ററിയും സോൾവ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ഈ പടത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി. ഈ സംശയം വീണ് മനസ്സിലുള്ള കാട്ടുതീ പടർന്നാലുള്ള അവസ്ഥയാണ് ഇതിലെ കഥാപാത്രങ്ങളുടെ പ്രവർത്തികളിലൂടെ സിനിമ പറയുന്നത്. സോ കാട്ടുതീ ഇതിലെ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ്. മനുഷ്യരുടെ മനസ്സിലെ ഉള്ളിലുള്ള അതിനേക്കാൾ വലിയ തീയാണ് പടർന്നുകൊണ്ടിരിക്കുന്നത് കഥയിൽ എന്ന് പറയാം. അതുപോലെ തന്നെ ചില മനുഷ്യരെ സാധാരണ ആൾക്കാരിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. അതിന്റെ അർത്ഥം അവർ മോശക്കാരാണ് എന്നുള്ളതല്ല, അവരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തണമെന്നുമല്ല. ഈ ഒരു ആശയം കൂടി മുന്നോട്ട് വെക്കുന്ന ഒരു പടമാണ്. പടം നമ്മളെ ഇങ്ങനെ ഗസ് ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്, എന്താണ് ഇതിന്റെ മിസ്റ്ററി എന്നുള്ളത്. സോ അതിജീവനത്തിനൊപ്പം മിസ്റ്ററി ഉണ്ട്. അതുപോലെ തന്നെ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ കൂടിയാണ് ഈ സിനിമ എന്നുള്ളതാണ്. കുറച്ച് ഇന്റൻസ് ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് പടം സമ്മാനിക്കുന്നുണ്ട്. സോ ബോറടിക്കാതെ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റും. അഭിനയിച്ചവരുടെ എല്ലാം പെർഫോമൻസ് നല്ലതാണ്. ബെലൻ ക്യൂവസ്റ്റേ ആണ് ഇതിലെ നായിക, അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മ കഥാപാത്രമായ മാരയായിട്ട് വരുന്നത്. നല്ല പ്രകടനമായിരുന്നു. ഇതിൽ അവസാനം പറയുന്നത് പോലെ ഒരു അമ്മക്കരടി അതിന്റെ ഫാമിലി അല്ലെങ്കിൽ അതിന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ പേടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കരടിയുടെ ഭാഗത്ത് നിന്ന് നോക്കിയാലും നായികയുടെ ഭാഗത്ത് നിന്ന് നോക്കിയാലും സെയിം ആണ് ഇതിൽ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് സാന്റിയാഗോ എന്ന ക്യാരക്ടറായിട്ട് വന്ന എൻട്രിക്കിന്റെ പെർഫോമൻസ് ആണ്. അവസാനം വരെയും മിസ്റ്ററി നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സിനിമയെ സഹായിക്കുന്ന ഒരു കഥാപാത്രമാണ്. കിടലൻ കഥാപാത്രവും നല്ല പെർഫോമൻസും ആയിരുന്നു. അതുപോലെ തന്നെ ലൂയിസ് ആയിട്ട് വന്ന വോക്ക് ഇൻ ഫ്യൂരിയിലും കൊള്ളാമായിരുന്നു. കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ പടത്തിലുള്ളൂ, എല്ലാവരും നല്ല പെർഫോമൻസും ആണ്. ഇനി ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഇതിന്റെ വിഷ്വൽസ്, പ്രത്യേകിച്ച് കിടു ലൊക്കേഷൻ ആണ്. ആ ഒരു കാടും കാടിനോട് ചേർന്ന ഒരു ചെറിയ സ്ഥലവും ഒരു വീടും ഒക്കെ കാണിക്കുന്നത്. സോ ഇതിന്റെ ക്യാമറ എഡിറ്റിംഗ്, കളർ ടോൺ ഒക്കെ നൈസ് ആയിരുന്നു. പിന്നെ സൗണ്ട് ഡിസൈനും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൊള്ളാമായിരുന്നു. VFX ചിലയിടങ്ങളിൽ എത്ര പോരാ എന്ന് തോന്നിയെങ്കിലും ചിലയിടത്ത് നന്നായിട്ടും ഉണ്ടായിരുന്നു. സോ ടെക്നിക്കലി ഡീസന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഫയർ ബ്രേക്ക്. പടം തുടങ്ങിയ ഒരു അരമണിക്കൂർ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള പല പടങ്ങളും പോലെ തോന്നിയിട്ടോ ഇതൊരു സ്ഥിരം ക്ലീഷ കഥ എന്നൊരു ഫീൽ ഉണ്ടായിട്ട് നിർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. എനിക്ക് ആക്ച്വലി അങ്ങനെ തോന്നിയിട്ട് ഞാൻ നേരത്തെ തന്നെ ഈ പടം കണ്ടു തുടങ്ങിയതായിരുന്നു. ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നെ ഇന്നാണ് പടം മുഴുവൻ ഞാൻ കണ്ട് തീർത്തത്. ആദ്യത്തെ ഈ ഒരു ചെറിയ മുഷിപ്പ് നിങ്ങൾക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ പടം വളരെ എൻഗേജിംഗ് ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ്. സോ ഒരു വലിയ പുതുമയുള്ള കഥയോ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് സംഭവമൊന്നും അല്ല. നമ്മൾ ഇതിനു മുമ്പും ഇതുപോലെയുള്ള ഈ ടൈപ്പിലുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ രണ്ടിലധികം കാര്യങ്ങൾ, അതായത് സർവൈവലും മിസ്റ്ററിയും കൂടെ ഒരുമിച്ച് വരുന്നു. കൂടെ ഇതൊരു സൈക്കോളജിക്കൽ വശം കൂടി ഈ പടത്തിനുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. സോ പടം പയ്യെ ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. അതേസമയം ഒരു വലിയ വാവ് മൊമെന്റ് ഒന്നും സിനിമ സമ്മാനിക്കുന്നുമില്ല. മൊത്തത്തിൽ ഒരു ഡീസന്റ് വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് ഫയർ ബ്രേക്ക്. തരക്കേടില്ല എന്ന് എനിക്ക് തോന്നിയ ഒരു പടമാണ്. ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെ നഷ്ടമൊന്നും ആവില്ല എന്ന് ഞാൻ കരുതുന്നു. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന പടമാണ്. പടം നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാം. സ്പാനിഷ് ആണ് അതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ്, തമിഴ് ഡബിംഗ് ഒക്കെ അവൈലബിൾ ആണ്. 1 മണിക്കൂർ 47 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.